ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോക്സഭയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ മോദിയുടെ പ്രതികരണം ഇന്നുണ്ടാകും. രാജ്യസഭയിലും ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാകും. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്നലെ സഭ സമ്മേളിച്ചപ്പോൾ മുതൽ വലിയ ബഹളമാണ് നമ്മൾ കണ്ടത്. അതിനൊടുവിലാണ് ചർച്ച തുടങ്ങുന്നതും. രാജ്നാഥ് സിംഗ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ട്രംപിന്റെ സുഹൃത്തു കൂടിയായ നരേന്ദ്രമോദിക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഔദ്യോഗികമായി തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയേണ്ടതുണ്ട്. അത് തന്നെയല്ലേ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം? ഇന്നലത്തേതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജ, ഏതായാലും ഇന്നലെ 12 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധം പല വിഷയങ്ങളിൽ തുടരുകയായിരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. തുടർന്ന് 2 മണിയോടുകൂടിയാണ് ഈ ചർച്ച ആരംഭിക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രതിപക്ഷം ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രിയോടാണ്. അവർക്ക് വ്യക്തത വേണ്ടത് പ്രധാനമന്ത്രിയുടെ മറുപടിയാണ്. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കും. സ്വാഭാവികമായും ഇന്നലെ രാജ്നാഥ് സിംഗ് ആണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാജ്നാഥ് സിംഗ് ചില കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക്, ആരോപണങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ബാഹ്യ സമ്മർദ്ദം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ എന്നാണ് രാജ്നാഥ് സിംഗ് വിശദീകരിച്ചത്. കാരണം ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നുപോയി. തുടർന്ന് തോൽവി സംബന്ധിച്ച പാകിസ്ഥാൻ തന്നെയാണ് ഇത്തരം വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് രാജ്നാഥ് സിംഗ് വിശദീകരിച്ചത്. പക്ഷേ അപ്പോൾ പോലും പ്രതിപക്ഷ നിരയിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് അടക്കമുള്ളവർ ചോദ്യം ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊക്കെ തന്നെയും. പ്രത്യേകിച്ച് 26 തവണയാണ് വെടിനിർത്തലിന് താനാണ് മധ്യസ്ഥ വഹിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് എന്ന ചോദ്യം പലപ്പോഴായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് അമിത്ഷാ വിദേശ നേതാവ് പറയുന്നതാണോ, വിദേശകാര്യമന്ത്രി പറയുന്നതാണോ കോൺഗ്രസ് വിശ്വാസത്തിലെടുക്കുന്നത്, പ്രതിപക്ഷം വിശ്വാസത്തിലെടുക്കുന്ന ചോദ്യം പോലും ചോദിച്ചു. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി എന്തു മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് നിർണായകമായ കാര്യം. ഒപ്പം തന്നെ മറ്റു പല പ്രധാനപ്പെട്ട നേതാക്കളും ഇന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അമിത്ഷാ ഇന്നാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധിയും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ, ചില ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. കാരണം എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അക്കാര്യം രാഹുൽ ഗാന്ധി ഇന്ന് ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് രാജ്യസഭയിലും ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാകേഷ്, ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട